കർത്താവിന്റെ വലിയ നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. നിർമ്മല മനസ്സാക്ഷിയോട് കർത്താവിനെ ആരാധിക്കുന്ന ദൈവമക്കൾ, സമാദരണീയരായ അഭിഷിക്തന്മാർ, ദൈവശബ്ദം കേൾക്കാൻ പ്രതീക്ഷയോടെ ആയിരിക്കുന്ന എന്റെ സഹോദരങ്ങൾ, വിലപ്പെട്ട പ്രാർത്ഥനയിൽ എളിയ ശുശ്രൂഷയെ ഓർക്കുകയും ആവശ്യങ്ങളിൽ സഹായിക്കുകയും ചെയ്യുന്ന ദൈവമക്കൾ, ആദ്യമായി വ്യത്യസ്ത ടൈം സോണുകളിൽ ഇരുന്നുകൊണ്ട് സ്വർഗീയ സന്ദേശം പ്രാർത്ഥനയോടെ ശ്രദ്ധിക്കുന്ന എല്ലാ ബഹുമാന്യ ശ്രോതാക്കളെയും നിത്യരാജാവായ യേശു ക്രിസ്തുവിന്റെ മഹത്വമുള്ള നാമത്തിൽ വന്ദനം ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവവചനത്തിന് കൃപാവരങ്ങളെക്കാൾ ശക്തിയുണ്ട്. യെസ്, ഹല്ലേലൂയ. കാരണം വചനം ദൈവമാകുന്നു. എഴുതപ്പെട്ട വചനത്തെ ലോഗോസ് എന്നും അയക്കപ്പെട്ട വചനത്തെ റീമ എന്നുമാണ് വിളിക്കുന്നത്. നമുക്കറിയാം, പുസ്തകത്തിൽ എഴുതപ്പെട്ട വചനം അഭിഷിക്തന്റെ നാവിൽ നിന്നും പുറപ്പെടുമ്പോൾ അയക്കപ്പെട്ട വചനമായി അതിവേഗം സഞ്ചരിച്ച് തന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി വൻ കാര്യം ചെയ്യുന്നു. ഹല്ലേലൂയ. അത് 31,173 വാക്യങ്ങളിൽ നിന്നും ഏതെങ്കിലും ഒരു വചനം പ്രാർത്ഥിക്കുന്ന ദൈവകുഞ്ഞുങ്ങൾ പ്രത്യേക ലക്ഷ്യത്തിലേക്ക് അയച്ചാൽ അത് പോയ കാര്യം സാധിക്കാതെ മടങ്ങി വരികയില്ല. ദൈവത്തിന് മഹത്വം. പുസ്തകത്തിലുള്ളതാണ് എഴുതപ്പെട്ട വചനം. എന്നാൽ ഈ പുലരിയിൽ കുഞ്ഞെ നീ കേൾക്കുന്നത് അയക്കപ്പെട്ട വചനമാണ്. അയക്കപ്പെട്ട വചനം ഉദ്ദേശിച്ച കാര്യം സാധിക്കും. എഴുതപ്പെട്ട വചനമായ ലോഗോസിനെ അയക്കപ്പെട്ട വചനമായ റീമായാക്കുന്നതാണ് തിരുവചന ശുശ്രൂഷ. ദൈവവചനം ശ്രോതാക്കൾക്ക് പ്രയോജനമായി തീരണമെങ്കിൽ എഴുതപ്പെട്ട വചനം അയക്കപ്പെട്ട വചനമായി മാറണം. മക്കളെ, നീ എവിടായിരുന്നാലും, നിന്നെ അലട്ടുന്ന പ്രശ്നം എത്ര അകലത്തായിരുന്നാലും അവിടത്തേക്ക് ദൈവത്തിന്റെ വചനം കടന്നു ചെല്ലും. നിന്റെ പേപ്പറിലിരിക്കുന്ന ഓഫീസിലേക്ക് അയക്കപ്പെട്ട വചനം ഇന്ന് പുലരിയിൽ കടന്നു ചെല്ലും. വിശ്വസിക്ക്. നിന്റെ മാതാപിതാക്കൾ കഴിയുന്ന ഇടത്തേക്ക്, പ്രിയപ്പെട്ടവർ വേദനയോടെ കഴിയുന്ന ഐസിയുവിലേക്ക്, ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് അയക്കപ്പെട്ട വചനം കടന്നു ചെന്ന് വൻ കാര്യം സാധിക്കും. വിശ്വസിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഇന്ന് പുലരിയിൽ കർത്താവിന്റെ വചനം നിനക്ക് വേണ്ടി വൻ കാര്യങ്ങൾ ചെയ്യുകയാണ്. ഹല്ലേലൂയ. മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 21 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ വായിക്കുന്നു. അവൻ കഫർന്നഹൂമിൽ പോയി ശബ്ബത്തിൽ പള്ളിയിൽ ചെന്ന് ഉപദേശിച്ചു. അവന്റെ ഉപദേശത്തിങ്കൽ അവർ വിസ്മയിച്ചു. അവൻ ശാസ്ത്രിമാരെ പോലെയല്ല, അധികാരമുള്ളവനായിട്ടത്രേ അവരെ ഉപദേശിച്ചത്. അവരുടെ പള്ളിയിൽ അശുദ്ധാത്മാവുള്ള ഒരു മനുഷ്യനുണ്ടായിരുന്നു. അവൻ നിലവിളിച്ചു, നസറനായ യേശുവേ, ഞങ്ങൾക്കും നിനക്കും തമ്മിൽ എന്ത്? ഞങ്ങളെ നശിപ്പിക്കാൻ വന്നിരിക്കുന്നുവോ? നീ ആരെന്ന് ഞാൻ അറിയുന്നു, ദൈവത്തിന്റെ പരിശുദ്ധൻ തന്നെ എന്ന് പറഞ്ഞു. യേശു അതിനെ ശാസിച്ചു, മിണ്ടരുത്, അവനെ വിട്ടുപോയെന്ന് പറഞ്ഞു. അപ്പോൾ അശുദ്ധാത്മാവിനെ ഇഴച്ച് ഉറക്കെ നിലവിളിച്ച് വിട്ടുപോയി. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവ് ആദ്യം പ്രസംഗിക്കുന്നത് കഫർന്നഹൂമിലെ സിനഗോഗിലാണ്. നസ്രത്തിലെ പള്ളിയാണ് യേശുവിന്റെ ഇടവക. സ്നാനപ്പെട്ടതിനു ശേഷം ആദ്യത്തെ ആഴ്ച കർത്താവ് ആ സിനഗോഗിൽ കടന്നുപോയി യെശയ്യാ പ്രവാചകന്റെ പുസ്തകം വായിച്ചതാണ്. അടുത്ത ശബ്ബത്തിൽ കഫർന്നഹൂമിലെ സിനഗോഗിലാണ് വന്നിരിക്കുന്നത്. യേശുവിടെ വചനം പ്രസംഗിച്ചപ്പോൾ അശുദ്ധാത്മാവ് ബാധിച്ച വ്യക്തി സുബോധം പ്രാപിച്ചു. കുഞ്ഞെ, അയക്കപ്പെട്ട വചനത്തിന്റെ മുന്നിൽ അന്ധകാര ശക്തിക്ക് നിൽക്കാൻ കഴിയത്തില്ല. ലൂക്കോസ് 4:34 ഈ സംഭവം വിശദീകരിക്കുന്നുണ്ട്. ശ്രദ്ധിക്കണം. ദുരാത്മാവ് പറയുകയാണ്, നസ്രായനായ യേശുവേ വിട്, യേശുവേ വിട്, യേശു എന്നെ ഒന്ന് വിട്. അയക്കപ്പെട്ട വചനം അവനെ പിടിച്ചതുകൊണ്ടാ പറയുന്നത്, യേശുവേ എന്നെ വിട്. ആർക്കും കീഴടങ്ങാത്ത ശക്തിയെ അയക്കപ്പെട്ട വചനം പിടികൂടി. സ്തോത്രം. യഹൂദന്റെ ദൈവാലയത്തിൽ സുഖമായി കഴിഞ്ഞുകൂടുക ഈ അശുദ്ധാത്മാവിനെ അയക്കപ്പെട്ട വചനം ഇന്ന് പിടികൂടുകയാണ്. എല്ലാ ആഴ്ചയും വരും, പായൊക്കെ വിരിക്കും, തമ്പേരൊക്കെ തൂത്ത് വൃത്തിയാക്കും, പ്രസംഗിക്കുന്നവർക്ക് വേണമെങ്കിൽ വെള്ളം കൊണ്ടു കൊടുക്കും. സ്വസ്ഥമായിരുന്ന് ഉറങ്ങാനുള്ള ഇടമായിട്ടാണ് ഇവൻ ആലയം കണ്ടിരിക്കുന്നത്. എല്ലാ ആഴ്ചയും ഇവിടെ വചനം പ്രസംഗിക്കുന്നുണ്ട് കേട്ടോ. എന്നാൽ ഇന്നാണ് എഴുതപ്പെട്ട വചനം അയക്കപ്പെട്ട വചനമായി മാറുന്നത്. ലോഗോസ് റീമായായി മാറിയത്. വചനം ജഡമായി ദൈവപുത്രൻ പ്രസംഗിച്ചപ്പോൾ അതിവേഗം സഞ്ചരിച്ച വചനം കാര്യം സാധിച്ചു. നാളുകളായി മറഞ്ഞിരുന്ന ദുരാത്മശക്തിയെ അയക്കപ്പെട്ട വചനം പിടികൂടി. അവൻ പറഞ്ഞു, യേശുവേ എന്നെ വിട്. ഉപവസിച്ചിട്ടും പ്രാർത്ഥിച്ചിട്ടും ആരാധിച്ചിട്ടും പിടിതരാതെ കുടുംബത്തിൽ, കുഞ്ഞുങ്ങളിൽ, ജോലിസ്ഥലത്തു, സഭയിലൊക്കെ പ്രശ്നം സൃഷ്ടിക്കുന്ന അന്ധകാര ശക്തിയെ വചനം പിടികൂടുന്ന പുലരിയായി തീരട്ടെ. ദൈവത്തിന്റെ ജനങ്ങളെ കഷ്ടപ്പെടുത്തുന്ന ഇരുട്ടിന്റെ ശക്തികൾ വചനത്തിന്റെ പിടിയിലമരുന്നു. പലവട്ടം തീരുമാനമെടുത്തിട്ടും ദുശീലത്തിന്റെ പാതയിലേക്ക് നിന്നെ വലിച്ചു കൊണ്ടുപോകുന്ന ദുഷ്ടപിശാച് ഈ പ്രഭാതത്തിൽ അയക്കപ്പെട്ട വചനത്താൽ പിടിക്കപ്പെടുകയാണ്. യേശുവിന്റെ നാമത്തിൽ അങ്ങനെ സംഭവിക്കട്ടെ. ജനം സ്വാതന്ത്ര്യം പ്രാപിക്കട്ടെ. കുഞ്ഞെ, രഹസ്യ പാപം ചെയ്തുകൊണ്ട് വിശുദ്ധനായി വിലസുന്നവനെ ഒരു ദിവസം അയക്കപ്പെടുന്ന വചനം പിടിക്കും കേട്ടോ. അതിനു മുമ്പ് മാനസാന്തരപ്പെട്ട് ദൈവസന്നിധിയിൽ ഏറ്റുപറയുക. കർത്താവിന് ക്ഷമിക്കാൻ കഴിയാത്ത
തെറ്റുകളില്ല. കുഞ്ഞെ, നിന്നെ അവൻ ഉള്ളതുപോലെ അറിഞ്ഞുകൊണ്ട് അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവൻ ആലോചന പറയുകയാണ്. മറുത്ത് മത്സരിക്കരുത്, കർത്താവിനെ രക്ഷിക്കാൻ കഴിയും. 7 തലയും 10 കൊമ്പുമുള്ള മഹാസർപ്പത്തെ പിടിച്ചു കിട്ടി അഗാധ കൂപത്തിലിടാൻ കഴിവുള്ളവൻ, കാര്യം സാധിക്കുന്ന വചനമയച്ച് മറഞ്ഞിരുന്നു നാശം വിധിക്കുന്ന ദുഷ്ടശക്തിയെ പിടികൂടുന്നതുകൊണ്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. കുഞ്ഞെ, പുൽപ്പിറ്റിൽ നിന്ന് കർത്താവ് ഇറങ്ങിച്ചെന്നില്ല. കർത്താവിനെ ചെന്ന് തൊട്ടില്ലെങ്കിലും അയക്കപ്പെട്ട വചനം തൊടേണ്ടടുത്ത് തൊട്ടു, തൊടേണ്ടവനെ തൊട്ടു, പിടിക്കേണ്ടടുത്ത് പിടിച്ചു. അവൻ നിലവിളിച്ച്, യേശുവേ എന്നെ വിട്. ഇന്ന് പ്രഭാതത്തിൽ അയക്കപ്പെട്ട വചനം പ്രാർത്ഥിക്കുന്ന ദൈവകുഞ്ഞുങ്ങളുടെ വിഷയത്തിൽ കൈവയ്ക്കുകയാണ്. പിടിക്കേണ്ടവരെ പിടിക്കുകയാണ്, സൗഖ്യം ആവശ്യമുള്ളവരെ സൗഖ്യമാക്കുകയാണ്, ബലഹീനരെ ബലപ്പെടുത്തുകയാണ്. യേശുവിന്റെ നാമത്തിൽ വചനത്തിന്റെ ശക്തി അതിവേഗം സഞ്ചരിക്കുന്നതുകൊണ്ട് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. മർക്കോസിന്റെ സുവിശേഷം 1:12-13 വാക്യം. അനന്തരം ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് പോകുവാൻ നിർബന്ധിച്ചു. അവിടെ അവൻ സാത്താനാൽ പരീക്ഷിക്കപ്പെട്ടു. 40 ദിവസങ്ങൾ അതേ മരുഭൂമിയിൽ കാട്ടുമൃഗങ്ങളോടുകൂടെ ആയിരുന്നു. നമ്മുടെ കർത്താവിനെ കൂടുതലായി അറിയാൻ വേദപണ്ഡിതാക്കൾ നൽകുന്ന വിഭജനങ്ങളുണ്ട് കേട്ടോ. 1 പൂർവ്വകാല നിത്യതയിലെ ക്രിസ്തു, 2 ജഡാവതാരം ചെയ്ത ക്രിസ്തു, 3 ഭാവികാല നിത്യതയിലെ ക്രിസ്തു. വിഭജനങ്ങൾ വീണ്ടുമുണ്ട് കേട്ടോ. പഴയ നിയമത്തിലെ ക്രിസ്തു, യെശയ്യാ പ്രവചനത്തിലെ ക്രിസ്തു, സഭായുഗത്തിലെ ക്രിസ്തു, സഹസ്രാബ്ദത്തിലെ ക്രിസ്തു, നിത്യതയിലെ ക്രിസ്തു. ഇതെല്ലാം ആഴമേറിയ പഠനങ്ങളാണ്. അത്രയ്ക്ക് ശ്രേഷ്ഠനാണ് യേശു ക്രിസ്തു. എന്റെ കർത്താവിനെ ഒരായുസ് കൊണ്ട് പഠിച്ചാൽ തീരത്തില്ല. ഏതു മഹാന്റെ ചരിത്രവും ഒരു പുസ്തകത്തിൽ എഴുതാം. എന്നാൽ യേശുവിന്റെ ചരിത്രം എഴുതിയ പുസ്തകങ്ങൾക്ക് കണക്കില്ല. പഠിച്ചാലും തീരുന്നില്ല, പാടിയാലും തീരുന്നില്ല, എഴുതിയാലും തീരുന്നില്ല, പ്രസംഗിച്ചാലും തീരുന്നില്ല. യേശു ക്രിസ്തുവിനെ കുറിച്ച് പഠിപ്പിക്കുന്ന സർവകലാശാലകൾ, കോളേജുകൾ, സ്കൂളുകൾ, സെമിനാരികൾ, ട്രെയിനിങ് സെന്ററുകൾ എണ്ണിയാൽ തീരാത്തവണ്ണമുണ്ട്. അനുദിനം ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു. നമ്മുടെ കേരളത്തിൽ തന്നെ എത്രയോ ബൈബിൾ സ്കൂളുകൾ, സെമിനാരികൾ ഭംഗിയായി പ്രവർത്തിക്കുന്നു. കർത്താവിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. യേശുവിന്റെ 33.5 വർഷത്തെ ജഡാവതാര കാലത്തെ 3 ഭാഗമായി തിരിക്കാം. ആദ്യത്തെ 30 വർഷം സൈലൻസ് പീരീഡാണ്. 2ാം ഘട്ടം നസറത്തിൽ നിന്നും 70 കിലോമീറ്റർ നടന്ന് യോർദാന്റെ കൈക്കീഴിൽ സ്നാനം സ്വീകരിച്ച് ശുശ്രൂഷയിലേക്ക് വരുന്നു. അവിടെയാണ് നമ്മുടെ ചിന്താവിഷയം. യേശുവിനെ ആത്മാവ് മരുഭൂമിയിലേക്ക് പോകാൻ നിർബന്ധിക്കുന്നു. ആരോടും യാത്ര പറഞ്ഞില്ല. 40 ദിവസം മരുഭൂമിയുടെ ഏകാന്തതയിൽ. എവിടെയാണെന്ന് ആർക്കും അറിയില്ല. തിരുവചനം പറയുന്നു, കാട്ടുമൃഗങ്ങളോടൊപ്പമായിരുന്നു. ഭക്ഷണപാനീയങ്ങൾ വെടിഞ്ഞ് ഉപവാസത്തോടെ 40 ദിവസങ്ങൾ. ഉപവാസം കഴിയുമ്പോൾ ലൂക്കോസ് രേഖപ്പെടുത്തുന്നു, അവൻ ആത്മാവിന്റെ ശക്തിയോടെ ഗലീലയിലേക്ക് വന്നു. കുഞ്ഞെ, പരിശുദ്ധാത്മാവ് നിന്നെ ഉപവസിക്കാൻ നിർബന്ധിച്ചാൽ ഉപവാസം കഴിഞ്ഞ് എഴുന്നേൽക്കുന്നത് ആത്മാവിന്റെ ശക്തിയോടായിരിക്കും. പ്രിയപ്പെട്ടവരെ, യേശുവിന് മാത്രമല്ല, ദൈവം ഉപയോഗിക്കുന്ന എല്ലാവർക്കും ജീവിതത്തിൽ 3 ഘട്ടം തരണം ചെയ്യേണ്ടി വരും. ദൈവത്തെ സ്നേഹിക്കുന്നവർക്കും 3 ഘട്ടങ്ങൾ തരണം ചെയ്യേണ്ടി വരും. എന്ന് പറഞ്ഞാൽ കുഞ്ഞെ, നിന്റെ ജീവിതം ഒരു ഘട്ടം കൊണ്ട് കഴിയത്തില്ല. കഷ്ടതയുടെ, കണ്ണുനീരിന്റെ, ദാരിദ്ര്യത്തിന്റെ, ബുദ്ധിമുട്ടിന്റെ ഒരു ഘട്ടം കൊണ്ട് അവസാനിക്കയില്ല. അടുത്ത ഘട്ടത്തിലേക്ക് ദൈവം കൈപിടിച്ചുയർത്തും. നന്മയുടെ ഘട്ടം, അനുഗ്രഹത്തിന്റെ ഘട്ടം, ഉയർച്ചയുടെ ഘട്ടം, അഭിവൃദ്ധിയുടെ ഘട്ടം. മോശെ നോക്ക്, അവന്റെ ജീവിതത്തിലും 3 ഘട്ടങ്ങൾ ഉണ്ടായിരുന്നു. ആദ്യത്തെ 40 വർഷം രാജകൊട്ടാരത്തിൽ ഫറവോന്റെ പുത്രിയുടെ മകനെന്ന നിലയിൽ ആദരിക്കപ്പെട്ട 1ാമത്തെ ഘട്ടം. തന്റെ കുലത്തിൽപ്പെട്ടവരെല്ലാം അടിമത്തം സഹിക്കുമ്പോൾ അഭിമാനത്തോടെ തല ഉയർത്തി നടന്ന കാലം. മോശ കരുതിക്കാണും, എന്റെ ജീവിതത്തിലെ സുവർണ്ണ കാലമാണിത്. അടുത്ത ഭരണസാരഥി മോശയാണെന്ന് ജനം വിചാരിക്കുകയാണ്. ആയോധനകലയിൽ മാത്രമല്ല, സർവ്വവിദ്യയും നേടിയവനായി ചെങ്കോല് പിടിച്ച് അവൻ ഭരിക്കാൻ ഒരുങ്ങിയിരിക്കുമ്പോൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് ജീവിതത്തിൽ 2ാം ഘട്ടം സംഭവിക്കുകയാണ്. രാജാവായി വാഴുമെന്ന് കരുതിയവൻ കുലപാതകിയായി സമൂഹത്തിൽ നിന്നും ഓടിയൊളിക്കേണ്ട അവസ്ഥയിലേക്ക് വരുന്നു. മോശയുടെ ജീവിതത്തിലെ 2ാം ഘട്ടം ആരംഭിക്കുകയാണ്. മറ്റുള്ളവർ തമ്മിലുള്ള പ്രശ്നത്തിൽ ഇടപെട്ടതേ ഉള്ളൂ. എല്ലാ സ്വപ്നങ്ങളെയും തകർത്തെറിഞ്ഞുകൊണ്ട് 2ാം ഘട്ടത്തിലേക്ക്, കഷ്ടതയുടെ, കണ്ണുനീരിന്റെ, ഞെരുക്കത്തിന്റെ 2ാം ഘട്ടത്തിലേക്ക് എടുത്തെറിയപ്പെടുകയായി. കർത്താവ് 40 ദിവസം ആരോരുമില്ലാത്തവനായി. അതേ, അവൻ മരുഭൂമിയിൽ കാട്ടുമൃഗങ്ങളോടൊപ്പം കഴിഞ്ഞതുപോലെ മോശയുടെ ജീവിതത്തിന്റെ 2ാം ഘട്ടം 40 വർഷം ആടുകളോടുകൂടെ മരുഭൂമിയിൽ കഴിയുന്നു. ആരും അറിയില്ലേ, ആരും അറിയല്ലേ, ആരും കാണരുതേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തല താഴ്ത്തിക്കഴിഞ്ഞ 2ാം ഘട്ടം. എന്നാൽ പ്രതികൂലത്തിന്റെ 2ാം ഘട്ടത്തിന് ദൈവവേദനെ നശിപ്പിക്കാൻ കഴിഞ്ഞില്ല, ഇല്ലാതാക്കാൻ കഴിഞ്ഞില്ല. 40 വർഷം പൂർത്തീകരിക്കുന്ന ദിവസം
മുൾപ്പടർപ്പിൽ കത്തിക്കയറിയ ദൈവത്തിന്റെ തേജസ് കണ്ട്, ദൈവശബ്ദം കേട്ട്, ദൈവ നിയോഗം പ്രാപിച്ച് അധികാരത്തിന്റെ 3-ാം ഘട്ടത്തിലേക്ക് അവൻ പ്രവേശിക്കുകയാണ്. ആമേൻ. എവിടെ നിന്ന് പേടിച്ചോടിയോ, കൊല്ലാൻ കൽപ്പനയിട്ടതാരാണോ അവിടേക്ക് അധികാരത്തിന്റെ ശുശ്രൂഷ ഏറ്റെടുത്തുകൊണ്ട് കടന്നു ചെല്ലുമ്പോൾ 3-ാം ഘട്ടം തുടങ്ങുകയാണ്. ഉറ്റവരെയും ഉടയവരെയും വിട്ട് നിർജ്ജന പ്രദേശത്ത് ഉപജീവനത്തിനു വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന ദൈവത്തിന്റെ പൈതലെ, ആശ്വാസവാക്ക് പറയാൻ ആരുമില്ല. കഴിച്ചോന്ന് ചോദിക്കാൻ ആരുമില്ല. എന്താ നിന്റെ കണ്ണ് നിറഞ്ഞിരിക്കുന്നു ചോദിക്കാൻ പോലും ആരുമില്ല. സഹോദര, നിന്നെ തൊട്ട് കർത്താവ് ദൂത് പറയുന്നു, ഈ കഷ്ടത കൊണ്ട് നീ കഴിഞ്ഞു പോകത്തില്ല. എല്ലാവരും നിന്നെ ആദരിക്കുന്ന ഒരു 3-ാം ഘട്ടം നിനക്കു വേണ്ടി ദൈവം കരുതി വെച്ചിട്ടുണ്ട്. കുഞ്ഞെ, വലിയ അപകടത്തിൽപ്പെട്ടിട്ടും നീ തകർന്നില്ലല്ലോ. കൊറോണ ബാധിച്ചിട്ടും മരിച്ചില്ലല്ലോ. വൈദ്യശാസ്ത്രം വിധിയെഴുതിയിട്ടും ഇന്നും ജീവിക്കുന്നില്ലേ? കാരണമറിയാമോ? ദൈവത്തിന്റെ പദ്ധതി വെളിപ്പെടുന്ന ഒരു 3-ാം ഘട്ടം നിനക്കായി കരുതിയിരിക്കുന്നു. യോബിനോട് ചോദിച്ചാൽ താൻ പറയും, എന്റെ ജീവിതത്തിലും 3 ഘട്ടമുണ്ടായിരുന്നു. കൊട്ടാരവും കിരീടവും ഇല്ലെങ്കിലും നാട്ടിൽ സർവ്വസമ്മതനായി ജീവിച്ചവനാണ്. 1-ാം ഘട്ടത്തിൽ അവനെ വഴിയിൽ കാണുമ്പോൾ വൃദ്ധന്മാർ എഴുന്നേറ്റ് ആദരിക്കും. അധികാരത്തെ പേടിച്ചിട്ടല്ല, ദൈവം മാനിച്ചവനായതുകൊണ്ട്. സഹിക്കാനാവാത്ത പ്രതികൂലത്തിന്റെ നടുവിൽ നീറിപ്പുകയുന്ന ജീവിതമേ, ശ്രേഷ്ഠന്മാർ ആദരിക്കത്തക്ക നിലയിൽ കർത്താവിന്റെ കൃപ നിന്നെ പൊതിയുന്ന കാലം വിശ്വാസത്തിൽ കണ്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ കഴിയണം. കർത്താവിന്റെ നന്മയുടെ 3-ാം ഘട്ടം നിനക്കുവേണ്ടി കാത്തിരിക്കുന്നു. സമൂഹത്തിന്റെ ആദരവ് നേടുവാൻ, അനന്ത കൃപയുടെ അവകാശിയായി അഭിമാനത്തോട് തല ഉയർത്തി നടക്കുവാൻ നിന്നെക്കുറിച്ച് ദൈവത്തിന് പദ്ധതിയുണ്ട്. തമ്പുരാന്റെ 3-ാം ഘട്ടം നിനക്കായി ദൈവം ഒരുക്കി വെച്ചിരിക്കുന്നു. കുഞ്ഞെ, നിന്റെ ജീവിതത്തിന്റെ അടുത്ത ഘട്ടം ചിലരെ പോറ്റുവാൻ, പലരുടെ വിശപ്പടക്കാൻ, കണ്ണുനീരൊപ്പാൻ സാധിക്കുന്ന നിലയിൽ ദൈവപ്രവൃത്തി വെളിപ്പെടുമെന്ന് പരിശുദ്ധാത്മാവ് ആലോചന പറയുകയാണ്. തുടങ്ങി വെച്ചിട്ട് തുടരാൻ കഴിയാതെ നിർത്തിവെച്ച കാര്യങ്ങൾ ദൈവനാമ മഹത്വത്തിനു വേണ്ടി പുനരാരംഭിക്കാൻ അടുത്ത ഘട്ടം വഴി തുറക്കുമെന്ന് നിന്റെ ഹൃദയത്തിൽ തൊട്ട് പരിശുദ്ധാത്മാവ് ദൂതറിയിക്കുന്നു. നീ ജനിപ്പിക്കാത്തവർക്ക് അപ്പനാകാൻ, ആമേൻ, നീ പ്രസവിക്കാത്തവർക്ക് സംരക്ഷണം നൽകുവാൻ, കരയുന്നവരുടെ കണ്ണുനീരൊപ്പാൻ, വീണു കിടക്കുന്നവനെ എഴുന്നേൽപ്പിക്കുവാൻ, തളർന്നിരിക്കുന്നവനെ വാക്കുകൊണ്ട് താങ്ങാൻ പ്രാപ്തനാക്കുന്ന ദൈവപ്രവൃത്തി വെളിപ്പെടുന്ന അടുത്ത ഘട്ടം നിനക്കായി കാത്തിരിക്കുന്നു. സ്തോത്രം. പ്രതീക്ഷിക്കാത്ത സമയത്ത് സത്താൻ ഉറഞ്ഞുതുള്ളി. യോബിന്റെ ജീവിതത്തിൽ 2-ാം ഘട്ടം തുടങ്ങുകയാണ്. എല്ലാം നഷ്ടപ്പെട്ടു, മക്കൾ മരണപ്പെട്ടു, സമ്പത്ത് നശിച്ചു, ആരോഗ്യം നശിച്ചു, ഉറ്റവരും ഉടയവരും അകന്നുമാറി, ഭാര്യ പോലും ആക്ഷേപിക്കുന്നു. ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളും ഗ്രഹിക്കാൻ കഴിയാത്ത വിഷയങ്ങളുമായി ദൈവസന്നിധിയിൽ ഞരങ്ങിക്കഴിഞ്ഞ 2-ാം ഘട്ടം. മക്കളെ, 2-ാം ഘട്ടത്തിൽ യോബ് അവസാനിച്ചിരുന്നെങ്കിൽ ഈ പുസ്തകത്തിന് മറ്റുള്ളവരെ ആശ്വസിപ്പിക്കാൻ കഴിയുമായിരുന്നില്ല. നീതിയോട് വിശുദ്ധിയോട് പ്രതികൂലത്തിന്റെ നടുവിലും ദൈവത്തെ തള്ളിപ്പറയാതെ നിന്നപ്പോൾ അനുഗ്രഹത്തിന്റെ നന്മയുടെ ഇരട്ടിപ്പങ്ക് വിളമ്പുന്ന 3-ാം ഘട്ടത്തിലേക്ക് ദൈവം അവനെ കൈപിടിച്ചു കൊണ്ടുവന്നു. ഹല്ലേലൂയ. ജീവിതത്തിൽ പ്രതികൂലത്തിന്റെ കാർമേഘം കോളുകൊണ്ട് മൂടി നിൽക്കുമ്പോൾ 37-ാം അധ്യായം 28-ാം വാക്യം, വടക്കുനിന്ന് സ്വർണ്ണ ശോഭ പോലെ കോടി സൂര്യപ്രഭയെ വെല്ലുന്ന തേജോമയനായ ദൈവം വെളിപ്പെടുകയാണ്. കുഞ്ഞെ, നിന്റെ ഇരുട്ടു മാറ്റുന്നവൻ വടക്കു നിന്ന് പുറപ്പെട്ടിട്ടുണ്ട്, ഉത്തരദിക്കിൽ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട്, സ്വർഗത്തിൽ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട്. നിനക്കുള്ള നന്മയുമായി സർവശക്തനായ ദൈവം മേഘങ്ങളിൽ തന്റെ തേരാക്കി കാറ്റിൻ ചിറകിന്മേലിരുന്ന് പറപ്പിച്ചുകൊണ്ട് ആകാശം കീറി ഇറങ്ങി വരുന്നുണ്ട്. നീ ഇന്ന് ദൈവത്തോട് ചോദിക്കുന്നത് എന്താണ്? കുഞ്ഞെ, നിന്റെ തലമുറയുടെ അഡ്മിഷനാണോ? മറുപടി സ്വർണ്ണ ശോഭ പോലെ പുറപ്പെട്ടിട്ടുണ്ട്. തെക്കുനിന്നല്ല, കിഴക്കുനിന്നല്ല, പടിഞ്ഞാറുന്നല്ല ഉയർച്ച വരുന്നത്. ഉത്തര ദിക്കിൽ നിന്ന് സ്വർണ്ണ ശോഭ പോലെ നഷ്ടങ്ങൾ പരിഹരിക്കുന്നവൻ ഇറങ്ങി വരുന്നു. ആരാണ് ഏറ്റെടുക്കുന്നത്? ആരാണ് വിശ്വസിക്കുന്നത്? ദൈവപ്രവൃത്തി വെളിപ്പെടാൻ പോകുകയാണ്. ഹല്ലേലൂയ. വിട്ടുമാറാത്ത രോഗത്തിന് സൗഖ്യം തരുവാൻ പരമവൈദ്യൻ സ്വർണ്ണ ശോഭ പോലെ ഇറങ്ങി വരുന്നു. തീർത്തിട്ടും തീരാത്ത കടം, പലിശ പോലും തീരുന്നില്ല, പരിഹരിക്കാനാവാത്ത വലിയ കടം തീർക്കുവാൻ പുരാതന സമ്പന്നൻ സ്വർണ്ണ ശോഭ പോലെ നിന്റെ കൂടാരത്തിൽ ഇറങ്ങി വരുന്നു. ഈ ഭൂമിയിൽ നിന്നെ സഹായിക്കാൻ ആരുമില്ലെങ്കിലും ഉത്തരഗിരിയായ സിയോൻ പർവ്വതത്തിൽ നിന്നും സ്വർണ്ണ ശോഭ പോലെ നിന്റെ സഹായകൻ പുറപ്പെട്ടിട്ടുണ്ട്. വിശ്വാസത്താൽ വിളിച്ചു പറയുക, എന്റെ സഹായം ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് വരുമെന്നല്ല, വരുന്നു. പരിശുദ്ധാത്മാവിന്റെ ശക്തമായ സാന്നിധ്യം, വ്യക്തമായ നിർദ്ദേശം, വിവരിക്കാനാവാത്ത ആത്മനിയോഗത്താലാണ് എളിവൻ ദൈവാലോചന പറയുന്നത്. വിദഗ്ധ ഡോക്ടർമാർക്ക് നിന്നെ സഹായിക്കാൻ കഴിയില്ല. എന്നാൽ സ്വർണ്ണ ശോഭ പോലെ ഇറങ്ങി വരുന്ന പരമവൈദ്യനായ ക്രിസ്തുവിന് നിന്നെ വിടുവിക്കാൻ കഴിയും. നിന്റെ പ്രിയപ്പെട്ടവനെ വിടുവിക്കാൻ കഴിയും. നിന്റെ വിഷയത്തിന്മേൽ കരം വയ്ക്കാൻ കഴിയും. സൗഖ്യമാക്കാൻ
ശക്തമാക്കാൻ കഴിയും, ബലപ്പെടുത്താൻ കഴിയും. പ്രിയപ്പെട്ടവരെ, ശ്രോതാക്കളോട് അവൻ പറയുന്ന ദൂത് പ്രസംഗിക്കുന്ന ഞാനും ഏറ്റെടുക്കുകയാണ്. മുന്നോട്ട് പോകുവാൻ ഒരു വഴിയും കാണാതെ പതറി നിൽക്കുന്ന ദൈവത്തിന്റെ പൈതലെ, പരിശുദ്ധാത്മാവ് നിന്നോട് പറയുന്നു, നിനക്ക് വേണ്ടിയുള്ള ദൈവത്തിന്റെ നന്മ പുറപ്പെട്ടു കഴിഞ്ഞു. യോസേഫ് അയച്ച രഥങ്ങളെ കണ്ടപ്പോൾ യാക്കോബ് ചൈതന്യം പ്രാപിച്ചതുപോലെ ദൈവം അയക്കുന്ന നന്മ നീ കണ്ട് ചൈതന്യം പ്രാപിക്കാൻ പോകുന്നു. ദൈവം കരുതി വെച്ചിട്ടുള്ള അനുഗ്രഹം നിന്നെ തേടി വരുന്നു. പ്രാർത്ഥനയുടെ മറുപടി സ്വർഗത്തിൽ നിന്ന് പുറപ്പെട്ടു വരുന്നുണ്ട്. കഷ്ടത തീരുന്ന, കണ്ണുനീരും മാറുന്ന മൂന്നാം ഘട്ടം പകർന്നിരുവാനായി സ്വർണ്ണശോഭ പോലെ ഇറങ്ങി വരുന്ന ദൈവ സാന്നിധ്യം അനുഭവിച്ചറിയാൻ കഴിയുന്ന ദൈവ കുഞ്ഞുങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. സ്തോത്രം. യോസെഫിനും പറയാനുണ്ട് ജീവിതത്തിൽ ദൈവം ഒരുക്കിയ മൂന്നാം ഘട്ടത്തെക്കുറിച്ച്. പൊട്ടക്കിണറിന്റെ ഒന്നാം ഘട്ടവും കാരാഗ്രഹത്തിന്റെ രണ്ടാം ഘട്ടവും എന്നെ തകർത്തില്ല. സിംഹാസനത്തിന്റെ ഒരു മൂന്നാം ഘട്ടം ദൈവം എനിക്കായി കരുതി വെച്ചു. ഹല്ലേലൂയ. ദാവീദ് പറയും, ആർക്കും വേണ്ടാതെ ആടുകളോടൊപ്പം കാട്ടിൽ കഴിഞ്ഞിരുന്ന ഒന്നാം ഘട്ടം എനിക്കുണ്ടായിരുന്നു. ശത്രുവിനെ ഭയന്ന അതുല്ലാം ഗുഹയിലും കാട്ടാടിൻ പാറകളിലും എൻഗേതി ദുർഗങ്ങളിലും അലഞ്ഞു നടന്ന രണ്ടാം ഘട്ടവും ഉണ്ടായിരുന്നു. പക്ഷേ ഇതൊന്നും എന്നെ തകർത്തില്ല, നശിപ്പിച്ചില്ല. പരമാധികാരമുള്ള ചക്രവർത്തിയായി സിംഹാസനത്തിൽ ഇരിക്കാൻ ഒരു മൂന്നാം ഘട്ടം ദൈവം എനിക്കൊരുക്കി വെച്ചിരുന്നു. ഈ സന്ദേശത്തിന് മുന്നിൽ സമർപ്പിത ഹൃദയത്തോടായിരിക്കും ദൈവത്തിന്റെ പൈതലെ, ഇന്നു നീ അനുഭവിക്കുന്ന കഷ്ടത നിന്നെ നശിപ്പിക്കത്തില്ല, പ്രതികൂലം നിന്നെ തകർക്കത്തില്ല. കാരണം അനുഗ്രഹപൂർത്തിയുടെ മൂന്നാം ഘട്ടം ദൈവം നിനക്കായി ഒരുക്കിയിരിക്കുന്നു. ഈ ലോകത്തിൽ എന്തെല്ലാം നേടിയാലും, നന്മയുടെ കൂമ്പാരം കൊണ്ട് കർത്താവ് നിന്റെ നാളുകളെ അലങ്കരിച്ചാലും, എന്നേക്കുമുള്ള അനുഗ്രഹ പൂർണ്ണതമായി അവൻ എന്നേക്കുമുള്ള അനുഗ്രഹത്തിന്റെ പൂർത്തിയുമായി സ്വർണ്ണശോഭ പോലെ നിന്റെ വീണ്ടെടുപ്പുകാരൻ ആകാശമേഘങ്ങളിൽ ഇറങ്ങി വരുന്ന നല്ല ദിനമടുത്തിരിക്കുന്നു. കുഞ്ഞെ, കർത്താവ് തൻ ഗംഭീരനാദത്തോടും പ്രധാന ദൈവദൂതന്റെ ശബ്ദത്തോടും അവൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരും. ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ അനുഗ്രഹ പൂർത്തീകരണത്തിന്റെ അടുത്ത ഘട്ടം ആരംഭിക്കുകയായി. ഈ ഭൂമിയിൽ എന്തെങ്കിലും നേടുന്നതിലല്ല, നിത്യതയിലിടം നേടുവാൻ, കർത്താവിനോടൊത്ത് വസിക്കുവാൻ, സ്വർഗീയ സന്തോഷം അനുഭവിക്കുവാൻ ബഹുമാന്യ ശ്രോതാക്കൾക്കിടയാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കർത്താവിന്റെ ഐഹിക ജീവിതത്തിലെ മൂന്നാം ഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അനന്തരം എന്ന വാക്കോടെയാണ് ആ പാരഗ്രാഫ് ആരംഭിക്കുന്നത്. മുകളിൽ പറയുന്ന സംഭവങ്ങൾക്ക് അനന്തരം 9 മുതൽ 11 വരെ വായിക്ക്. യോർദാൻ നദിയിൽ യോഹന്നാനാൽ സ്നാനം കഴിഞ്ഞ് വെള്ളത്തിൽ നിന്ന് കയറി ഉടനെ ആകാശം പിളരുന്നതും ആത്മാവ് പ്രാവു പോലെ തന്റെ മേൽ വരുന്നതും കണ്ടു. നീ എന്റെ പ്രിയപുത്രൻ, ഞാൻ നിന്നിൽ പ്രസാദിച്ചിരിക്കുന്ന സ്വർഗത്തിൽ നിന്ന് ശബ്ദമുണ്ടായി. നീ എന്റെ പ്രിയപുത്രൻ. പിതാവായ ദൈവത്തിന്റെ പ്രഖ്യാപനമാണ്. പ്രിയപ്പെട്ടവരെ, ഇവിടെ സംഭവിക്കുന്നത് പല കാര്യങ്ങളുണ്ട്. എന്നാൽ പ്രാധാന്യം എന്തിനാണ്? ഞാൻ പറയും, സ്നാനമല്ല, സ്വർഗം തുറന്നതല്ല, പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നതല്ല. ഇവൻ എന്റെ പ്രിയപുത്രൻ എന്നുള്ള ദൈവത്തിന്റെ പ്രഖ്യാപനമാണ് പരമപ്രധാനമായ വസ്തുത. അവിടെ കർത്താവിന്റെ ജീവിതത്തിന്റെ മൂന്നാം ഘട്ടം ആരംഭിക്കുകയാണ്. ദൈവത്തിന്റെ പ്രിയപുത്രനാണെന്ന് സ്വർഗം ഡിക്ലെയർ ചെയ്യുമ്പോൾ പാതാള ഗോപുരങ്ങൾ നടുങ്ങി, അന്ധകാര ശക്തികൾ വിറച്ചു. മതമേധാവികളും പുരോഹിത വേഷധാരികളും വേശ്യാപുത്രൻ എന്ന് പറഞ്ഞ് ആക്ഷേപിച്ചവനെ ചൂണ്ടി സ്വർഗത്തിലെ അപ്പച്ചൻ പരസ്യപ്രഖ്യാപനം നടത്തുകയാണ്, ഇവൻ എന്റെ പ്രിയപുത്രനാണ്. പ്രിയപ്പെട്ടവരെ, ക്രൂശിലൂടെ കടന്നുപോയിട്ടും പ്രിയപുത്രൻ അവസാനിച്ചില്ല. പുനരുത്ഥാനത്തിന്റെ മൂന്നാം ഘട്ടം ദൈവം ഒരുക്കി വെച്ചിരുന്നു. കുഞ്ഞെ, നിന്റെ കണ്ണുനീരിന് അറുതി വരുത്താൻ, വേദനയ്ക്ക് അറുതി വരുത്താൻ നന്മയുടെ മൂന്നാം ഘട്ടവുമായി ഉത്തരഗിരിയായ സിയോൻ പർവ്വതത്തിൽ നിന്നും വടക്കുനിന്ന് സ്വർണ്ണശോഭ പോലെ മഹാദൈവം ഇറങ്ങി വരുന്നത് ഹൃദയദൃഷ്ടിയിൽ കണ്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യണം. ഹല്ലേലൂയ. ഒരു പ്രാവശ്യം കൂടി കർത്താവിന്റെ സന്ദേശം പ്രിയപ്പെട്ടവരെ അറിയിക്കാൻ ആയുസ് നീട്ടിത്തന്ന മഹാദൈവത്തിന് നന്ദി പറയുകയാണ്. സുവിശേഷകൻ രാജൻ ഫിലിപ്പാണ് പതിവ് പോലെ